ഹലോ ഗായ്സ്, രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി മഴ. ആ സമയത്തൊരു കട്ടൻ കുടിക്കാൻ തോന്നി. അപ്പോൾ കട്ടനുമായിട്ട് പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു എൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന്. ദേ വീട്ടിൽ കയറുമ്പോൾ തന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ശംഖുപുഷ്പം, എന്തൊക്കെയോ മണി പ്ലാന്റ്, പേരറിയാൻ വയ്യാത്ത ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ് എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ മണി പ്ലാന്റ് കാണും. കാരണം എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റ് ചെറുത് ഞാൻ മുറിച്ച് കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പ്ലാന്റ് ഇങ്ങനെ ഓരോ സ്ഥലത്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാലത്തുനിന്ന് അപ്പം കേട്ടോ, അപ്പത്തിൻ്റെ മാവൊക്കെ ഇതാ പൊളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നൊരു പാലപ്പമാണ് കേട്ടോ. മീൻസ് അതായത് ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പത്തിന് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ, ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് അപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം റൗണ്ട് ഷേപ്പിലൊരു അപ്പം ഉണ്ടാക്കിയിട്ടാണ്. ഈ അപ്പം ഉണ്ടാക്കുമ്പോഴില്ലേ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. അന്ന് എപ്പോഴും കൂടുതലും പഴങ്കഞ്ഞിയും പിന്നെ പുട്ട്, ഉപ്പുമാവ് അങ്ങനെയൊക്കെയായിരുന്നു. ഈ അപ്പം എന്ന് പറയുന്നത് തേങ്ങ ഇടുന്ന ദിവസം, അതായത് തേങ്ങ ഇടാൻ വേണ്ടി ആൾക്കാർ വരുന്ന ഒരു 2-3 ദിവസം മാത്രമേ അപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഫ്ലവർ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ഫ്ലവർ അപ്പം വേഗം ഉണ്ടാക്കിയിട്ട് ബാക്കി 2 റൗണ്ട് അപ്പം ഉണ്ടാക്കി. ഞാനിനി വേറൊരു കാര്യം പറയട്ടെ. ഇത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഈ അപ്പം റെഡിയാക്കാൻ നോക്കാം. കുറച്ച് ഡബിൾ ഹൗസിൻ്റെ ഈസി പാലപ്പം മിക്സ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് ചൂടുള്ള വെള്ളം ആവരുത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം, അതായത് നമ്മുടെ കൈ മുക്കാൻ പാകത്തിന് ചൂടുണ്ട വെള്ളം എടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് പൊടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം കട്ട കെട്ടാണ്ട് പൊടി മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ചൂട് കൂടിപ്പോവരുത്. ചൂട് കൂടിപ്പോയാൽ ഫ്ലോപ്പായി പോകും. കാരണം ഞാൻ കുറേ പ്രാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു അരമുറി തേങ്ങ എടുക്കുക. അരമുറി വേണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം നല്ലോണം മിക്സിയുടെ ജാറിൽ അരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ആ ബാറ്റർ ഇതിൽ ഇട്ട ശേഷം 1 മിനിറ്റ് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ലൂസായിട്ട് കിട്ടും. നമ്മൾ ദോശമാവൊക്കെ കോരി ഒഴിക്കുന്ന ബാറ്ററിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നോക്കിക്കോ, കുറേ കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും. എനിക്കറിയില്ല ഇതിൽ കെമിക്കലോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഡബിൾ ഹോസിൻ്റെയാണ് ഞാൻ വാങ്ങിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. മഴയുള്ള സമയത്ത് അപ്പം പൊങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര എളുപ്പമാണ്. പച്ചരി വെള്ളത്തിലിട്ട് അരയ്ക്കാനൊന്നും നിൽക്കണ്ടല്ലോ, അത് കാരണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.